ഒരു ചെറിയ പേഴ്സണൽ ഇൻഫർമേഷൻ പറയാനാണ് ഈ വീഡിയോ. അതായത് ഞാൻ ഈ കഴിഞ്ഞ വ്ളോഗിൽ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ കുറേ ചാനലുകളുണ്ട്, അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇപ്പോൾ അതൊന്നും ചെയ്യാൻ വല്ലാതെ ടൈം കിട്ടത്തില്ല. നമുക്കിപ്പോൾ അസംബിൾ ചെയ്യാൻ മാത്രമേ നേരമുള്ളൂ. ഫുൾ ടൈം അസംബിളിങ്, വല്ലപ്പോഴും ചെറിയ സർവീസ്, അങ്ങനത്തെ അതൊരു പിന്നെയും ഞാൻ തിരിച്ച് പഴയ കാലത്തേക്ക് പോവാണോ എന്നൊരു സംശയം വരിക. ഒരുപാട് പേര് നമുക്ക് വർക്ക് തന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് വർക്ക് ചെയ്ത് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരുപാട് സമയം എടുത്തിട്ടാണ് എന്തായാലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മെയിൻ ഫോക്കസ് നമ്മളെ കണ്ടൻറ് ക്രിയേഷൻ, അതായത് വീഡിയോ വർക്ക്, ചാനലിലായാലും ഞാൻ ആർട്ടിക്കിളായാലും ഏത് തരത്തിലായാലും ആ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ടൈം മാക്സിമം ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ടൈമിൽ മാത്രമേ ഇങ്ങനെയുള്ള നമ്മളെ വർക്കുകൾ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത കോമൺ വർക്കുകൾ മൊത്തം നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് നമ്മളെ പാർട്ട്നേഴ്സ്, അതായത് നമ്മളെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അന്ന് വിളിച്ചപ്പോൾ ഒരു 2-3 പേര് ഇപ്പം ഉണ്ട്. അപ്പോൾ അവർ എല്ലാവർക്കും കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടായിരിക്കും ആ തിരക്കുള്ള വർക്കുകൾ തീർക്കുക. അപ്പോൾ സമയം കിട്ടുന്ന വർക്കുകൾ തീർച്ചയായിട്ടും ഞാൻ തന്നെ ചെയ്യും. ഇനിയിപ്പോൾ അവർ ചെയ്ത് തന്നാലും ശരി, അത് എൻ്റെ ഒരു സർക്യൂട്ട് തന്നെ ആയിരിക്കും അവർ ചെയ്യുക. ഈ ബോർഡുകൾ കണക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ വെറൈറ്റി സർക്യൂട്ടുകളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ഏതൊരു ഇലക്ട്രോണിക്സ് ബേസിക് അറിയുന്ന ആക്കും ഇങ്ങനെയുള്ള ബോർഡുകൾ ട്രാൻസ്ഫോമർ വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ആരെക്കൊണ്ടെങ്കിലും ചെയ്യിക്കുന്നതിനെ പറ്റി നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ബോർഡും ട്രാൻസ്ഫോമറും അതിൻ്റെ ആംബിയറും വോൾട്ടേജും ഫിൽട്ടർ കപ്പാസിറ്റർ ഇതൊക്കെ സെലക്ട് ചെയ്യുന്നതിൻ്റെ മുകളിൽ തന്നെയാണ് കുറച്ചൊക്കെ ഇതിൻ്റെ പെർഫോമൻസും കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് അത് കണക്ട് ചെയ്തുകൊണ്ട് തരേണ്ട പണി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ജോയിനിങ്ങും ആ ഫിറ്റിങ്ങും അതൊക്കെയാണ് പുറമെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തിരക്കുള്ളവർക്കാണ് പുറമെ കൊടുത്ത് ഫ്രീലാൻസേഴ്സിനെ കൊണ്ട് ചെയ്യുന്നത്. അല്ലാത്ത വർക്കുകളൊക്കെ ഞാൻ തന്നെ നേരിട്ടാണ് ചെയ്യുന്നത്. അതിന് ഇങ്ങനെയുള്ള സമയം എടുക്കും. അതായത് എൻ്റെ വീഡിയോ വർക്കുകൾക്ക് ശേഷം മാത്രം, അതായത് ഞാനും നിങ്ങളും കാണാനിടയായ ഒരു സാഹചര്യം ഉണ്ടായത് ഈ വീഡിയോ വർക്കിലൂടെയാണ്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് ആ വീഡിയോ നിങ്ങളെ അടുത്ത് എത്തിയപ്പോഴാണ് നിങ്ങൾ എന്നെ കണ്ടത്. അപ്പോൾ ആ വീഡിയോ വർക്കിലൂടെ അവിടെയൊക്കെ എത്തിപ്പെട്ടിട്ട് പിന്നെ ആ വീഡിയോ വർക്ക് കളഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇത് തന്നെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അതെനിക്ക് കുറച്ച് വിഷമമുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. ആഴ്ചയിൽ 1 വീഡിയോ 2 വീഡിയോ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആളാണ് ഒരു കാലത്ത്. അതിൻ്റെ കൂടെ ഞാൻ ചെറിയ വർക്കുകൾ എടുത്തിരുന്നു, ബ്ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് പരമാവധി ഫിൽട്ടർ ചെയ്തിട്ട് എടുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഈ ഗ്യാപ്പിൽ ചെയ്ത് തരാൻ സമയമുള്ളവർക്ക് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. നിങ്ങളുടെ ആഗ്രഹമുള്ള ഓരോ ഐഡിയാസ് ഉണ്ടാവും, ഇങ്ങനെയുള്ള ഒരു ഓഡിയോ സിസ്റ്റം, ഇങ്ങനെയുള്ള ഒരു സ്പീക്കർ ബോക്സ് ഒക്കെ ഞാൻ ചെയ്യും. പക്ഷേ ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തിട്ടുള്ള ബാക്കി ടൈമിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നവരുടെ ഒക്കെ തീരാനായി ഇപ്പോൾ ഇതാ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അത് വർക്ക് കഴിഞ്ഞ് ജസ്റ്റ് സ്ക്രൂ ചെയ്യാനുള്ളൂ. ബാക്കി ഒരുപാട് വർക്കുകൾ നമ്മൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെൻഡിങ് വർക്ക് ഒരുപാട് പേരെന്നെ വിളിച്ച് ചീത്തയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സഹിക്കുന്നു. ഒക്കെ എല്ലാം ക്ലിയറാണ്, എല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എടുക്കുന്നത് എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ പെട്ടെന്ന് എടുത്ത് തരില്ല, ഞാൻ പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കില്ല. ഞാൻ ആ ഓർഡറിൽ, അതായത് ആ ഒരു സമയത്ത് തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ആ രീതിയിൽ താല്പര്യമുള്ളവർ മാത്രം ഇനി എന്തെങ്കിലും അസംബിൾ ചെയ്യാനോ മറ്റോ തരിക. സർവീസിങ് 100% ഞാൻ ഇനി ചെയ്യുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിലാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളടുത്ത് അങ്ങനത്തെ ആവശ്യങ്ങൾ അറിയിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അതൊന്ന് എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഇത് പറഞ്ഞത്.